അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏറെ സ്നേഹ ആദരവുകൾ നിറഞ്ഞ സഹോദര സഹോദരിമാരെ, പരിശുദ്ധമായ മുഹറം മാസത്തിലൂടെയാണല്ലോ നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷഹ്റുല്ലാഹ്, അള്ളാഹുവിൻ്റെ മാസം എന്ന് പരിചയപ്പെടുത്തിയ മാസമാണ് മുഹറം മാസം. അതിൽ നിന്ന് തന്നെ ഈ മാസം വലിയ പ്രാധാന്യമുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു ഇതിൻ്റെ മഹത്വങ്ങളൊക്കെ കരസ്ഥമാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ മാസത്തിൽ ധാരാളമായി സുന്നത്ത് നോമ്പുകൾ നോൽക്കുന്നത് വലിയ ശ്രേഷ്ഠതയുള്ളതാണെന്ന് ലോകത്തിൻ്റെ നേതാവ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ തന്നെ നമുക്ക് കാണാം. വിശുദ്ധ റമദാൻ മാസത്തിൽ നമ്മളൊക്കെ നോമ്പ് നോൽക്കൽ നിർബന്ധമാണല്ലോ. അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ദിവസങ്ങളൊക്കെ നിങ്ങൾ നോമ്പ് നോൽക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഈ മുഹറം മാസത്തെ തിരഞ്ഞെടുത്തോളൂ. അതിന് വലിയ ശ്രേഷ്ഠതയുണ്ടെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഈ മാസത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ആശുറ ദിവസം, അഥവാ മുഹറം 10 ദിവസം. വലിയ ഇസ്ലാമിക ലോകത്ത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇങ്ങനെ പ്രവാചകന്മാരുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ട് വിശുദ്ധമായ ദീനിൻ്റെ ഉയർച്ചയ്ക്ക് നിമിത്തമായ ധാരാളം സംഗതികൾക്ക് സാക്ഷിയായ ഒരു ദിവസമാണ്. മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തൗബ അള്ളാഹു സ്വീകരിച്ചതും, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുത്തിയതും, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കപ്പൽ ജ്യോതി പർവ്വതത്തിൽ വന്ന് നങ്കൂരമിട്ടതും, അങ്ങനെ ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ അതൊക്കെ നടക്കാൻ വേണ്ടി അള്ളാഹു തിരഞ്ഞെടുത്തൊരു ദിവസം മുഹറം 10 ആശുറായിൻ്റെ ദിവസമാണ് എന്നതാണ്. അപ്പോൾ ഇതിനെ നമ്മളൊരു ബഹുമാനത്തോടെ ആദരവോടുകൂടെ കാണണം. ആ ദിവസത്തിൽ പ്രധാനമായും നമ്മൾ ചെയ്യേണ്ടത് സുന്നത്ത് നോമ്പ് നോൽക്കുക എന്നതാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, യൗമ ആശുറ കാനത്ത് തസൂമുഹുൽ അംബിയ ഫസൂമൂഹു അൻതും. കണ്ടോ, എല്ലാ പ്രവാചകന്മാരും നോമ്പ് നോറ്റൊരു ദിവസം. ഒന്നാലോചിച്ച് നോക്കൂ, വർഷത്തിൽ എല്ലാ പ്രവാചകന്മാരും എല്ലാ കാലഘട്ടത്തിലും പ്രവാചകന്മാർ നോമ്പ് നോൽക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത ഒരു ദിവസം അത് ആശുറായിൻ്റെ ദിവസമാണ്. അതുകൊണ്ട് എൻ്റെ ഉമ്മത്തുകളായ നിങ്ങളെല്ലാവരും അന്നത്തെ ദിവസം നോമ്പ് നോൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമേ എന്ന് ലോകത്തിൻ്റെ നേതാവ് പഠിപ്പിക്കുകയാണ്. ഒരിക്കൽ മദീനയിലേക്ക് ചെന്ന സമയത്ത് അവിടെ ജൂതന്മാരൊക്കെ നോമ്പ് നോൽക്കുന്നത് ഹബീബിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്താ നിങ്ങളൊക്കെ നോമ്പ് നോൽക്കുന്നത്? അവർ പറഞ്ഞു, ഇന്നല്ലേ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. അന്ന് അദ്ദേഹം അള്ളാഹുവിനോടുള്ള ശുക്ർ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി നോമ്പ് നോറ്റിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങളും നോമ്പ് നോൽക്കുന്നു. ഉടനെ റസൂല് പ്രഖ്യാപിച്ചു, നഹ്നു അഹഖു ബി മൂസാ മിൻകും, നിങ്ങളെക്കാൾ എന്തുകൊണ്ടും ആദർശപരമായും വിശ്വാസപരമായും എന്തുകൊണ്ടും നിങ്ങളെക്കാൾ മൂസാ നബിയോട് ബന്ധപ്പെട്ടത് ഞങ്ങളാണ്. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ നോമ്പ് നോറ്റു എന്ന് മാത്രമല്ല, വ അമറ ബി സുയാമിഹി, ഓടിയ സ്വഹാബത്തിനോടൊക്കെ നോമ്പ് നോൽക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു. മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെ തന്നെ നമുക്ക് കാണാം, ഞാൻ അടുത്ത വർഷം അള്ളാഹു എനിക്ക് ഹയാത്ത് നൽകുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ മുഹറം 9 കൂടി ഞാൻ നോമ്പ് നോൽക്കും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചത് നമുക്ക് കാണാം. മാത്രമല്ല, കഴിഞ്ഞൊരു വർഷത്തെ ദോഷം അള്ളാഹു പുറത്തു തരുമെന്ന് സ്വഹീഹായ ഹദീസിലൂടെ നമുക്ക് കാണാം. അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനതല്ലതി ഖബല, അങ്ങനെ തന്നെ ഹദീസിൽ നമുക്ക് കാണാം. കഴിഞ്ഞ ഒരു വർഷത്തെ പാപം, ചെറുപാപങ്ങളൊക്കെ അള്ളാഹു പൊറുപ്പിക്കാൻ നിമിത്തമായ ഒരു നോമ്പാണ് മുഅ്മിനീങ്ങളെ ആശുറായിൻ്റെ അന്നത്തെ മുഹറം 10 അന്നത്തെ നോമ്പ്. എല്ലാവരും അത് നോൽക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. സഹോദരിമാരും സഹോദരങ്ങളും ശാരീരികമായി ശരഴിയായിട്ടും ശാരീരികമായിട്ടും പ്രത്യേകിച്ച് പ്രയാസമൊന്നുമില്ലാത്ത എല്ലാ ആളുകളും ആ സുന്നത്ത് നോമ്പൊന്ന് പ്രാധാന്യത്തോടു കൂടെ കാണണമെന്ന് വിനീതമായി ഉണർത്തുകയാണ്. അതോടൊപ്പം തന്നെ അന്നത്തെ ദിവസം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചര്യയാണ്, ഹബീബ് പഠിപ്പിച്ചതാണ്. അന്ന് ഭക്ഷണത്തിൽ വിശാലത കാണിക്കുക, കുടുംബത്തോടൊരു വിശാലത കാണിക്കുക എന്നത്. നല്ല ഭക്ഷണമൊക്കെ വെച്ച് നല്ല രൂപത്തിൽ സ്നേഹിച്ച് സഹകരിച്ച് എന്നും അങ്ങനെ തന്നെ നമ്മുടെ കുടുംബജീവിതം നമ്മുടെ മക്കളോടും ഭാര്യമാരോടും ഭർത്താക്കന്മാരോടുമൊക്കെ മാതാപിതാക്കളോടൊക്കെ അങ്ങനെ ഒരു സമീപനം ചിട്ടപ്പെടുത്തിയേക്കാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കണം. കാരണം മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, അഹ്ലിനോട് നല്ല നിലക്ക് പെരുമാറുന്നവനാണ് ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമ എന്നല്ലേ പഠിപ്പിച്ചത്. അപ്പോൾ ആ ഒരു നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അതോടൊപ്പം തന്നെ ആശുറായിൻ്റെ അന്ന് കുടുംബത്തിനൊക്കെ ഒരു ഭക്ഷണ വിശാലത, നല്ല രൂപത്തിലുള്ളൊരു വിശാലത കാണിച്ചാൽ ഒരു വർഷക്കാലത്തോളം അടുത്ത മുഹറം വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഭക്ഷണത്തിൽ വിശാലത നൽകും. നമ്മുടെ ജീവിതത്തിൽ എന്തോ ഒരു ബറക്കത്ത് നമുക്ക് തോന്നും. അങ്ങനെ ഹദീസിൽ നമുക്ക് കാണാം, ആരെങ്കിലും മൻ വസഅ അല അഹ്ലിഹി വ ഇയാലിഹി യൗമ ആശുറ വസഅ അല്ലാഹു സായിറ സനതി,
ആരെങ്കിലും അഹ്ലിനോട് ആഷുറായിൻ്റെ അന്ന് ഭക്ഷണത്തിൽ വിശാലത കാണിച്ചാൽ അള്ളാഹു വർഷം മുഴുവൻ അവൻ്റെ ഭക്ഷണത്തിൽ വിശാലത നൽകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മുത്തുനബിയുടെ തിരുചര്യയാണല്ലോ എന്ന നിയ്യത്തോടുകൂടെ അന്നത്തെ ദിവസം ഒന്ന് എല്ലാ ദിവസത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് നല്ല ഭക്ഷണവും നല്ല സമീപനങ്ങളൊക്കെ നമ്മളാൽ കഴിയുന്ന രൂപത്തിലുള്ള ഒരു വ്യത്യാസം വരുത്താൻ വേണ്ടി നമ്മളെല്ലാവരും ശ്രദ്ധിക്കുകയാണെങ്കിൽ വലിയ ബറക്കത്ത് ഇൻഷാ അല്ലാഹ് അടുത്തൊരു വർഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അതോടൊപ്പം തന്നെ ആഷുറായിൻ്റെ പകലിൽ ചൊല്ലാനുള്ള പ്രധാനപ്പെട്ട ദിക്റുകളൊക്കെ ഇന്നൊക്കെ ഈ സോഷ്യൽ മീഡിയയിലും മറ്റൊക്കെ നമ്മൾ ഉസ്താദുമാരൊക്കെ പറഞ്ഞു തരുന്ന ഒരുപാട് മഹത്വമേറിയ ദിക്റുകളുണ്ട്. അതൊക്കെ നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടാൽ അതിൻ്റെ പകലിലും മറ്റൊക്കെ അത് ചൊല്ലാനും ആത്മാർത്ഥമായി എല്ലാവർക്കും വേണ്ടി, പ്രത്യേകിച്ച് ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഒക്കെ ദുആ ചെയ്യാൻ വേണ്ടി എല്ലാവരും സമയം കണ്ടെത്തണമെന്ന് വിനീതമായി ഉണർത്തുകയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആദ്യ ദിനത്തിൻ്റെ മുഴുവൻ പവിത്രതയും കരസ്ഥമാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.